ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജലജതയെ അവിടെ കിടന്ന് വലിയ ആൾ വിളിച്ച് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശ് പറയുക, ഇനി നീ എൻ്റെ കയ്യിൽ നിന്നും കൂടി അടി വാങ്ങിക്കരുതെന്ന്. അതും പറഞ്ഞ് ആദർശം നയനെ അവിടെ നിന്ന് അങ്ങ് പോയി. ഈ സമയത്ത് ഹനി മനസ്സിൽ എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റത്തില്ല എന്ന് തന്നെ ചിന്തിക്കും കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നമ്മുടെ നന്ദുവിൻ്റെ കൂട്ടുകാരവിടെ നിൽക്കുക. അപ്പോൾ നന്ദുവിനെ കാണാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നന്ദു അന്നേരം ഇവരെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വന്നു. നന്ദുവിനെ കണ്ടപ്പോഴേക്കും അവർക്ക് ഒത്തിരി സന്തോഷമായി. ആഹാ, അതെ നല്ല നാട് വർപ്പിക്കാൻ പോകുന്ന നമ്മുടെ SI ഇപ്പോൾ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുക എന്നൊക്കെ കൂട്ടുകാരിങ്ങനെ നന്ദുവിനെ നോക്കി പറഞ്ഞു. നീ ഇടയ്ക്ക് ഹെൽമെറ്റ് ഇടാതെ പോകുമ്പോൾ നീ ഞങ്ങളെ പിടിച്ച് പെറ്റിയൊന്നും അടയ്ക്കരുത് കേട്ടോ എന്നൊക്കെ കൂട്ടുകാരിങ്ങനെ പറഞ്ഞേ. അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. തെറ്റ് ചെയ്താൽ എൻ്റെ അച്ഛനായാൽ പോലും ഞാൻ കോംപ്രമൈസ് ചെയ്യില്ല എന്ന് നന്ദു അവരോട് പറഞ്ഞു. അപ്പോൾ അവൻ്റെ കാര്യം പോക്ക അനിയുടെ അല്ലേ എന്ന് ഇവരിങ്ങനെ നന്ദുവിനോട് ചോദിച്ചു. അവൻ നിൻ്റെ പിന്നാലെ നടക്കുമെന്നൊന്നും പറഞ്ഞ് നീ കേസെടുത്താലേ അവൻ പെട്ടത് തന്നെയാണെന്നൊക്കെ പറയുക. അങ്ങനെ അവനെ പേടിപ്പിക്കാനൊന്നും പറ്റത്തില്ലടാ. ഇവൾ അവനെ പിടിച്ച് ലോക്കപ്പിൽ ഇട്ടാലും ശരി, അവൻ ഇവളുടെ പിന്നാലെയുള്ള നടത്തം അത് നിർത്താൻ പോകുന്നില്ല എന്ന് ഇവർ പറഞ്ഞു. എടാ, നിനക്കൊക്കെ അവനെ പറഞ്ഞ് തിരുത്തിക്കൂടെ എന്ന് ഈ നന്ദു ചോദിക്കുമ്പോൾ, എങ്ങനെയാ തിരുത്തുന്നേ? അവനെ പോലെ തന്നെ നിനക്കും അവനോട് ഇഷ്ടമുണ്ടല്ലോ, പിന്നെ നീ അത് പുറത്ത് പറയാതെ നടക്കുന്നതല്ലേ എന്ന് ചോദിച്ചു. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, ഞാൻ ക്യാമ്പിൽ പോയതിന് ശേഷം അതൊക്കെ മാറി എന്ന് നന്ദു പറയുക. അത് ശരിയാ, നിന്റെ ശരീരം മാറിയിട്ടുണ്ട്, നീ നല്ലതുപോലെ മെലിഞ്ഞിട്ടുമുണ്ട്, പക്ഷെ മനസ്സിന് മാറ്റമൊന്നും സംഭവിക്കാൻ യാതൊരു സാധ്യതയില്ല എന്ന് കൂട്ടുകാർ പറയുമ്പോൾ, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ ജോലിക്ക് കയറുന്നതിന് മുൻപ് എനിക്കൊരാളെ കാണേണ്ട രീതിയിൽ തന്നെ എനിക്ക് കാണണമെന്ന് പറയുമ്പം ആരെയാന്ന് ചോദിച്ചു. അതൊക്കെ ഞാൻ പറയാം, ക്യാമ്പിനകത്ത് ഞാൻ അനുഭവിച്ചതൊക്കെ നിങ്ങളോട് വിളിച്ചു പറഞ്ഞിരുന്നതല്ലേ എന്ന് ചോദിച്ചു നന്ദു. എന്നെ അവിടെ ഇട്ട് മെതിക്കുമായിരുന്നു അയാൾ. പിന്നെ ട്രെയിനർ ട്രാൻസ്ഫർ ആയില്ലായിരുന്നെങ്കിൽ എൻ്റെ ആഗ്രഹം ഒരിക്കലും സാധിക്കത്തുമില്ലായിരുന്നു. അതിന് നീയും അയാളായിട്ട് മെതിച്ചില്ലേ നന്ദു? മെതിച്ചു. പിന്നെന്തിനാ വീണ്ടും അയാളെ കാണാൻ ഇനി പോകുന്നതെന്ന് ചോദിക്കുമ്പം, അയാളെയാണ് കാണാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞോ? അയാളെ ആ ക്യാമ്പിൽ ട്രെയിനറായിട്ട് കൊണ്ടുവന്ന ചിലരുണ്ട്, അവരെ വെറുതെ വിടാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ, എന്നാൽ പിന്നെ അവനെ കണ്ടിട്ട് തന്നെ കാര്യം, എപ്പോഴാണ് പോകേണ്ടത്? ഇപ്പോൾ പോകണമെന്ന് ചോദിച്ചപ്പോൾ, ഇപ്പോഴൊന്നും പോകണ്ട, നമ്മൾ സാധാരണ പോകുന്നത് പോലെ രാത്രി തന്നെ പോയാൽ മതിയെന്ന് നന്ദു ഇവരോട് പറയുക. SI യൂണിഫോം ഇടുന്നതിന് മുൻപ് ആ ചടങ്ങ് എനിക്കങ്ങ് തീർക്കണമെന്നും നന്ദു ഇവരോട് പറഞ്ഞു. അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ, അത് ആരാ? നന്ദു കൃത്യമായി പറഞ്ഞില്ല. പറഞ്ഞതുപോലെ തന്നെ പാതിരാത്രി ആയപ്പോൾ 3 പേരും വീടിൻ്റെ മതിൽ ചാടി. ഹെൽമെറ്റ് വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഹെൽമെറ്റും വെച്ച് പതുങ്ങി നന്ദുവും കൂട്ടുകാരും കൂടെ ആ വീടിനെ വളഞ്ഞു. അതെ, നമുക്ക് തുടങ്ങാം നമ്മുടെ പഞ്ചാരി മേളമെന്നും പറഞ്ഞ് നന്ദു ഇവരെയും കൂട്ടി അകത്തേക്ക് പതുക്കെ അങ്ങ് കയറി ചെല്ലുന്നു. അകത്ത് കയറി ചെന്നപ്പോൾ നല്ല ഉറക്കം അവിടെ അവർ. ആ സമയത്ത് ഇവരിവിടെ നിന്ന് ശബ്ദം കേൾപ്പിക്കുക നന്ദുവൊക്കെ. അപ്പോൾ വേണു ഭാര്യയോട് പറയുവാണ്, എന്തോ ശബ്ദം കേൾക്കുന്നു, എന്തോ കൊട്ടുന്ന പോലത്തെ ഒച്ചയാണല്ലോ എന്ന്. അപ്പോൾ കൊട്ടുന്നോ? ആര് കൊട്ടാൻ? ആ സമയത്ത് നമ്മുടെ നന്ദു അവിടെ ഇങ്ങനെ ഇട്ട് കൊട്ടിക്കൊണ്ടിരിക്കുക മേശയിൽ. ആ സമയത്ത് രേവതി എഴുന്നേറ്റു. ശരിയാണല്ലോ, ആരായിരിക്കും? വാ നോക്കാം എന്നും പറഞ്ഞ് 2 പേരും കൂടി കൊട്ടുന്നത് ആരാണെന്ന് അറിയാൻ വേണ്ടി ഇറങ്ങിച്ചെന്നു. എന്നിട്ടിങ്ങനെ നോക്കുക. അപ്പോൾ എൻ്റെ ദൈവമേ, വേണുമായിട്ട് ആ പെണ്ണ് ട്രെയിനിങ് കഴിഞ്ഞ് വന്നിട്ടില്ലേ, ആ നന്ദു, ഇനി അവളെങ്ങാനും ആയിരിക്കും. എൻ്റെ ദൈവമേ, പറഞ്ഞതുപോലെ ശരിയാണല്ലോ, വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് തീർന്നില്ല. മുന്നിലേക്ക് ചെന്നിട്ട് ഒരൊറ്റ അടിയായിരുന്നു അവിടെ വേണുവിൻ്റെ തല നോക്കിക്കൊണ്ട് വീണു. പിന്നെ അവിടെ ഇട്ട് 2നെയും അടിച്ചിടിച്ച് ഇഞ്ചപ്പരുവാക്കി. വീണ്ടും വേണുവിൻ്റെ കൈ തല്ലി ഓടിച്ചു. നമ്മുടെ രേവതിയുടെയും കൈ തല്ലി ഓടിച്ചു. എന്നൊക്കെ പറഞ്ഞു ഭയങ്കര കരച്ചില്ല. 2 പേരും കൂടി 2നെ അടിച്ച് പരത്തി കളഞ്ഞു, മെതിച്ച് കളഞ്ഞു നന്ദു. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അവിടെ റൂമിൽ ഇരിക്കുന്നു. ആ സമയത്ത് മുത്തശ്ശിയാണെങ്കിൽ മുത്തശ്ശൻ്റെ അടുത്ത് ചെന്നിരുന്നു. അങ്ങനെ അവർ ഫ്രഷായി വന്നിരുന്ന സമയത്ത് നയനെ അവർക്ക് 2 പേർക്കുള്ള ചായ ആയിട്ട് അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോൾ ചായ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നയനയോട് ചായ കൊണ്ടു തന്ന മരുമകൾക്ക് ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് മുത്തശ്ശൻ പറയാം. എന്താ മുത്തശ്ശ? അത് പിന്നെ മോളുടെ അനിയത്തിക്ക് ഇവിടെ അടുത്തുള്ള സ്റ്റേഷനിൽ തന്നെ ജോയിൻ ചെയ്യാമെന്നുള്ള കാര്യം മുത്തശ്ശൻ ഇങ്ങനെ നയനയോട് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നയനയ്ക്ക് ഒത്തിരി സന്തോഷമായി, വലിയ സന്തോഷമായി. ഇന്നലെ രാത്രി തന്നെ അതുമായി ബന്ധപ്പെട്ട കോള് വന്നായിരുന്നു എന്ന് മുത്തശ്ശൻ പറയുക കേട്ടോ. മോൾക്ക് സന്തോഷമായോ എന്ന് മുത്തശ്ശൻ നയനോട് ചോദിക്കുമ്പോൾ, പിന്നെ അവളെ ഏതെങ്കിലും ദൂര സ്ഥലത്ത് കൊണ്ടുപോയി ഇടുവോന്നായിരുന്നു അച്ഛൻ്റെ അമ്മയുടെയൊക്കെ പേടിയെന്ന് നയന പറയുക. പെൺകുട്ടിയാണ് എന്നുള്ളൊരു പരിഗണനയൊക്കെ അവൾക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇത്രയും ശുപാർശകളൊന്നും ചെയ്യുന്ന കൂട്ടത്തിലുള്ള ആളല്ല കേട്ടോ, മോളുടെ അനിയത്തി ആയതുകൊണ്ട് മാത്രമാണ് അതിനൊരു മാറ്റം വരുത്തിയതെന്ന് മുത്തശ്ശൻ പറഞ്ഞപ്പം, ഇവിടെ അടുത്ത് കിട്ടണം എന്നുണ്ടായിരുന്നു, എങ്കിലും അതിനു വേണ്ടിയൊന്നും ഞാൻ മുത്തശ്ശനെ സമ്മർദ്ദം ചെലുത്തിയൊന്നും ഇല്ലല്ലോ എന്ന് നയന പറയുമ്പോൾ, ഇല്ല എങ്കിലും മോളുടെ മനസ്സ് അത് ഞങ്ങൾക്കറിയാലോ. ഇയാളാ എന്നോട് പറഞ്ഞത് ആ കുട്ടിക്ക് അടുത്ത സ്റ്റേഷനിൽ ജോയിൻ ചെയ്യാനുള്ള ഒരവസരം ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ള കാര്യം.
അപ്പോൾ അതുപോലെ അങ്ങ് ചെയ്തു. ആദ്യത്തെ നിയമനമല്ലേ, അടുത്ത് തന്നെ ആയിക്കോട്ടെ എന്നും പറഞ്ഞു. അപ്പം അങ്ങനെ മോളുടെ അമ്മയെ ഞാൻ വിളിച്ചിരുന്നുവെന്നും കനകയ്ക്കും ഗോവിന്ദനും നല്ല പേടിയുണ്ട് നന്ദുവിൻ്റെ കാര്യത്തിലെന്ന് മുത്തശ്ശി പറയുമ്പോൾ നയനയുടെ മുഖമൊന്നും വല്ലാതായി. ആള് വലിയ പ്രശ്നക്കാരിയൊന്നും അല്ലെങ്കിലും ഇഷ്ടപ്പെടാത്തത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ പ്രതികരിക്കുന്ന സ്വഭാവമാണല്ലോ. അതാണല്ലോ എല്ലാവരുടെയും പേടി മുത്തശ്ശി. അതൊരു നല്ല സ്വഭാവം അല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ മോളെ. നമ്മുടെ സമൂഹത്തിൽ ചില ആൾക്കാരുണ്ട്, സ്വന്തം കുടുംബത്തിലുള്ളവരെ പോലും വെട്ടിക്കൊല്ലാനേ മടിയില്ലാത്തവർ. അത്തരക്കാരുമായിട്ട് ഇടപഴകുമ്പോൾ കുറച്ച് സൂക്ഷിക്കാൻ ഒക്കെ വേണമല്ലോ എന്നും പറയും. എന്നാലും സത്യത്തിനും ന്യായത്തിനും ഒപ്പം നിൽക്കുന്നവർ തെറ്റാണെന്ന് നമുക്കൊരിക്കലും പറയാനും പറ്റില്ല എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ അവളെ അക്കാര്യത്തിൽ നിയന്ത്രിക്കാനൊന്നും പറ്റത്തില്ല എൻ്റെ മുത്തശ്ശ. കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാലേ അവൾ പ്രതികരിക്കും. പിന്നെ മുന്നും പിന്നും ഒന്നും നോക്കാറുമില്ല. ആ ഒരു സമയത്ത് നമ്മളെപ്പറ്റി പോലും അവൾ ചിന്തിക്കില്ല. അതാ എൻ്റെ പേടിയെന്ന് നയന ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി. നയന അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും കൊണ്ട് നന്ദുവിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുക. രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാട്ടോ. അപ്പോൾ അനിയും അനാമികയും തമ്മിൽ പൊരുത്തക്കേടുകൾ കൂടി വന്നുകൊണ്ടിരിക്കുകയാണെന്നും അത് പരിഹരിച്ചേ പറ്റുമെന്നും നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ മുത്തശ്ശിയോട് പറഞ്ഞു. അവർ തമ്മിലുള്ള അകലം ഒരു ഡിവോഴ്സിൽ ഒരിക്കലും എത്താൻ പാടില്ല എന്നും മുത്തശ്ശൻ പറയുവാണ്. കുടുംബ കോടതിയിലേക്ക് രണ്ടാളെയും വലിച്ചിഴയ്ക്കാനും പാടില്ല എന്നും. പിന്നെ ഒരുത്തനുണ്ടാക്കിയ നാണക്കേട് പുറം ലോകം അറിയരുതെന്ന് കരുതിയിട്ടാണ് എല്ലാം നമ്മൾ മൂടി വെച്ചിരിക്കുന്നതെന്നും അന്തസ്സുള്ള കുടുംബമായി പോയാലേ ഇതൊക്കെയാണ് കുഴപ്പമെന്നും പലതും പുറത്തറിയിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളും മുത്തശ്ശൻ ഇങ്ങനെ പറയുവാണ്. അതൊക്കെ കേട്ട് മുത്തശ്ശി ഇങ്ങനെ നിരാശയോടെ അവിടെ ഇരിക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്ന നന്ദു അച്ഛൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഗോവിന്ദൻ ചോദിച്ചു, നീ എങ്ങോട്ട് പോവാം മോളെ എന്ന്. അപ്പം ഞാനൊന്ന് നടന്നിട്ട് വരാമെന്ന് പറഞ്ഞു. നടക്കാൻ പോകുന്നതൊക്കെ കൊള്ളാം, കൂട്ടുകാരുടെ കൂട്ടത്തിൽ അനിയെ പോയി കണ്ടേക്കരുത് കേട്ടോ എന്ന് പറഞ്ഞപ്പം എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു നന്ദു. അല്ല മോളെ കാണാൻ വേണ്ടി ക്യാമ്പിൽ വരെ വന്നതല്ലേ അനി, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ എന്ന് അച്ഛൻ മോളോട് പറയുമ്പോൾ ഞാൻ അവനെ കണ്ടാലും മുഖം തിരിച്ച് പൊയ്ക്കോളാം പോരേന്ന് ചോദിച്ചു. അപ്പം ദേ നമ്മുടെ കനകം അങ്ങനെ അങ്ങ് പോവല്ലേ, ഇങ്ങ് വന്നേ, അതേ ഒരു സന്തോഷ വാർത്തയുണ്ട് പറയാനായിട്ട്. ഗോവിന്ദേട്ടാ, നമ്മൾ നന്ദുവിന് ആദ്യത്തെ പോസ്റ്റിംഗ് എവിടെയാണെന്ന് അറിയാമോ? ഇവിടുത്തെ സ്റ്റേഷനിലാണെന്ന് കനക പറയുമ്പം നന്ദുവിന് ഭയങ്കര സന്തോഷം, ഗോവിന്ദേട്ടനും വലിയ സന്തോഷമായി. നയനമോളെ ഇപ്പോൾ വിളിച്ച് വിവരം പറഞ്ഞതെന്ന് പറയുമ്പം ആഗ്രഹിച്ചതുപോലെ ഒക്കെ നടന്നല്ലോ എന്ന് അങ്ങനെ ഗോവിന്ദേട്ടൻ പറഞ്ഞപ്പോൾ അതേ അച്ഛാ, എന്തൊക്കെ പറഞ്ഞാലും ആദർശേട്ടൻ്റെ മുത്തശ്ശനൊരു സംഭവം തന്നെ അമ്മയെന്ന് നന്ദു പറയുക കേട്ടോ. അദ്ദേഹം റെക്കമെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. സാധാരണ ആർക്കും ശുപാർശയൊന്നും ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ നയനേച്ചി എന്തു പറഞ്ഞാലും അത് മുത്തശ്ശൻ കേൾക്കും അച്ഛാ എന്ന് നന്ദു പറഞ്ഞപ്പോൾ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്കെടുക്ക് തോന്നി ഇവിടെ ദൂര സ്ഥലത്ത് എവിടെയെങ്കിലും ജോലിക്ക് പോയാൽ മതിയായിരുന്നു എന്നാണെന്ന് ഗോവിന്ദേട്ടൻ പറയാം. അത് കേട്ടപ്പോൾ എന്നിട്ട് പിന്നെ ഗോവിന്ദേട്ടൻ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും കിട്ടുന്നതാ നല്ലതെന്ന് പിന്നെ പറഞ്ഞതോ? അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, എങ്കിലും ദൂര സ്ഥലത്തായിരുന്നെങ്കിലേ നമുക്കും കൂടെ പോകായിരുന്നു എന്ന് ഗോവിന്ദേട്ടൻ പറയാം. ആ സമയത്ത് നന്ദുവിൻ്റെ മുഖമൊന്നും അല്ലാതായി. പിന്നെ മൂത്ത മരുമകൻ വാങ്ങിച്ചു തന്ന ഈ വീട്ടിൽ താമസിക്കണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ എന്തിനാ അച്ഛാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? അതുകൊണ്ട് 2 ഗുണങ്ങളാണ് മോളെ ഉള്ളത്. പിന്നെ നീയും അനിയും തമ്മിൽ അധികം കാണില്ല. അതിന് അല്ലെങ്കിൽ തന്നെ ഇവളിപ്പോൾ ഒരു SI അല്ലേ, അവൻ പിന്നാലെ നടക്കുകയാണെങ്കിൽ വരട്ടണം, അല്ലാണ്ട് എന്നാ? അതിനൊക്കെ ഒരു പരിധിയില്ലമ്മേ. അനിയുടെ മുത്തശ്ശനല്ലേ ഞാനിപ്പോൾ SI ആകാൻ തന്നെ കാരണമെന്ന് നന്ദു ചോദിച്ചു. ആ ട്രെയിനറെ മാറ്റിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ട്രെയിനിങ് പാസ്സാവില്ലായിരുന്നു എന്ന കാര്യം നന്ദു ഇങ്ങനെ പറയും. അതും നീ പറഞ്ഞത് ശരിയാണെന്ന് കനകം. എന്തായാലും ഈ സന്തോഷം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ ഒന്ന് അറിയിക്കട്ടെ. അപ്പോൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ അവൻ വേണ്ട അനി. അങ്ങനെ വീണ്ടും ഗോവിന്ദേട്ടൻ നന്ദുവിനോട് പറഞ്ഞു. അപ്പോൾ എന്തായാലും നിങ്ങൾ പേടിക്കുന്നത് പോലൊരു ബന്ധം ഞാനും അവനും തമ്മിൽ ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾക്കത് പോകരുതെന്ന് ചോദിച്ചിട്ട് നന്ദു അവിടെ നിന്ന് അങ്ങ് പോന്നു. നന്ദു അങ്ങ് പോയപ്പോൾ അല്ല ഗോവിന്ദേട്ടാ, അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളോ, കടയൊക്കെ പൂട്ടിയിടേണ്ടി വരില്ലേ എന്ന് ചോദിച്ചു. കുറച്ചാൾ പൂട്ടിക്കിടന്നാലും നന്ദു അനിയും അകന്നു നിൽക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണെന്ന് പറഞ്ഞു. ദൂരെ എവിടേക്കെങ്കിലും പോയാലോ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് കനകം. ഇനി അല്ലെങ്കിലും ആ വീട്ടിലേക്ക് നന്ദൂട്ടനെ പറഞ്ഞുവിടാൻ എനിക്ക് ഒരു താല്പര്യവും ഇല്ല എന്ന് കനക ഗോവിന്ദേട്ടനോട് പറയുക. അത്രത്തോളം മനസ്സ് മരവിച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര നിരാശയോടുകൂടി ഇങ്ങനെ ഗോവിന്ദേട്ടൻ അവിടെ ഇരിക്കുന്നു. ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്നത് ദേവയാനി അവിടെ നിന്ന് എന്തോ വായിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് നയന വന്നു. പിന്നെ നന്ദുവിന് ഇവിടെ അടുത്തുള്ള ആ ഒരു സ്റ്റേഷനിൽ തന്നെ നന്ദുവിന് ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് മുത്തശ്ശൻ പറഞ്ഞ കാര്യമെന്ന് നയന അമ്മയോട് പറയാം. അപ്പോൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നടന്നല്ലോ എന്ന് ദേവയാനിയും പറഞ്ഞു. ഇനി നന്ദുവിന് നല്ലൊരു ചെറുക്കനെ നമുക്ക് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാവുന്നു. അങ്ങനെ ഇരിക്കുമ്പം എന്തിനാ നോക്കുന്നേ എന്നും ചോദിച്ചുകൊണ്ട് അനാമിക ദേ വരുന്നു. ഇവിടെ തന്നെ ഉണ്ടല്ലോ ചെറുക്കൻ, അവനെ അങ്ങ് നോക്കിയാൽ പോരെന്നും ചോദിച്ചാൽ അനാമിക വരുന്നേ. അനാമിക വന്നിങ്ങനെ കലി കയറി ഇവരുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ദേവയാനി അന്നേരം
ഇവളെ ഒരു നോട്ടം അങ്ങ് നോക്കി. അപ്പം അനിയുടെ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്ന് അനാമിക. അവനെ കിട്ടാത്തതിൻ്റെ ദേഷ്യം അവൾ പല രീതിയിലും തീർത്തുകൊണ്ടിരിക്കുകയാണെന്ന് അനാമിക പറയുമ്പോൾ ഇവർ രണ്ടുപേരും എഴുന്നേറ്റ് ഇപ്പോഴെന്താ മോളെ പറ്റിയതെന്ന് ചോദിച്ചു. അപ്പോൾ പറ്റിയത് എന്താണെന്നേ ഇവക്ക് അറിയാമെന്ന് പറഞ്ഞു ഈ അനാമിക. ഇവളോടെല്ലാം അവളെ എല്ലാ കാര്യങ്ങളും വിളിച്ച് പറയുമല്ലോ. അപ്പോൾ നീ എന്താ അനാമിക ഈ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചു. നിങ്ങൾ അറിഞ്ഞ കാര്യം തന്നെയാണ്, എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. വീണ്ടും എൻ്റെ വീടിനകത്ത് കയറി എൻ്റെ അച്ഛനെയും അമ്മയെയും തല്ലി അവളും അവളുടെ കൂട്ടുകാരും കൂടിയെന്ന കാര്യം നമ്മുടെ അനാമിക വന്ന് ഇവരോട് പറയും. ഇത് കേട്ടപ്പോൾ ദേവയാനിയും നയനയൊക്കെ ഞെട്ടി. അപ്പോൾ നന്ദും കൂട്ടുകാരുമോ? അവരാണെന്ന് മോളുടെ അച്ഛനും അമ്മയും കണ്ടോന്ന് ചോദിക്കുമ്പം മുഖം മറച്ചല്ലേ വരുന്നത്, എങ്കിലും തല്ലിയത് അവളും അവളുടെ കൂട്ടുകാരും തന്നെയാണ്, അല്ലാതെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ശത്രുക്കളൊന്നും ഇല്ല നീ അനാമിക ഇങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പോൾ അങ്ങനെ മോളൊരു സംശയം വെച്ചുകൊണ്ട് നടക്കാതെ മോളുടെ വീടിനകത്ത് കയറി അച്ഛനും അമ്മയും തല്ലിയിട്ടുണ്ടെങ്കിൽ കൊണ്ട് കേസ് കൊടുക്കാൻ പറഞ്ഞു ദേവയാനിയെ. അപ്പത്തേക്ക് ഞെട്ടി, ഇവക്ക് പേടിയായി. അപ്പം പിന്നെ പ്രതികൾ ആരാണെന്നൊക്കെ തെളിയില്ലേന്ന് ചോദിച്ചു. ഇതുവരെ അങ്ങനെ കേസൊന്നും കൊടുത്തിട്ടില്ല, ഇനി പക്ഷേ ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് ഈ അനാമിക പറയുക. അപ്പം നയന ഇങ്ങനെ വല്ലാണ്ടായി. ഇത് 3ാമത്തെ തവണയാണ് അവളും അവളുടെ കൂട്ടുകാരും കൂടെ എൻ്റെ അച്ഛനെയും അമ്മയെയും ഈ രീതിയിൽ തല്ലുന്നതെന്നും ഇത് വെറുതെ വിടില്ല എന്നും അനാമിക പറഞ്ഞു കേട്ടോ. പൂട്ട് കുത്തി പൊളിച്ച അവളും അവളുടെ കൂട്ടുകാരും വീട്ടിനകത്ത് കയറുന്നത്. SI ആകാൻ പോകുന്നവളാ, പക്ഷേ അവൾ അതിനു മുൻപ് മോഷണവും തല്ലും ഒക്കെ ആയിട്ടാണ് നടന്നതെന്നൊക്കെ പറയുമ്പം അങ്ങനെ ഒരു സാഹചര്യം എന്തായാലും അവൾക്കില്ല എന്ന് നയനെ അന്നേരം പറഞ്ഞു. വെറുതെ എന്നെ കൊണ്ടൊന്നും പുറയിപ്പിക്കരുത് കേട്ടോ എന്നും പറഞ്ഞ് അനാമിക ഇങ്ങനെ പറഞ്ഞിട്ട് എന്നോടുള്ള ദേഷ്യമെല്ലാം എൻ്റെ അച്ഛനോടും അമ്മയോടും തീർക്കും അവളെന്നും പറഞ്ഞ് അനാമിക തുള്ളു അവിടെ കിടന്നു. അതും പറഞ്ഞ് അനാമിക അകത്തേക്ക് കയറിപ്പോയി. അനാമിക അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനിയും നയനയും കൂടി ഇങ്ങനെ നിൽക്കുക. എന്താ മോളെ ഇതൊക്കെ നേരായിരിക്കുമെന്ന് ദേവയാനി ഇങ്ങനെ നയനയോട് ചോദിച്ചു. എനിക്കറിയില്ല അമ്മയെന്ന് പറഞ്ഞു. നന്ദു അങ്ങനെ ചെയ്യുമോ എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അവരവിടെ നിൽക്കും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അനാമിക പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ അനി അവിടെ ഇരിക്കുക. അപ്പം അനിയെ കണ്ടതും ചൊറിഞ്ഞു തുടങ്ങി അനാമികയ്ക്ക്. സന്തോഷിക്കടാ, നീ സന്തോഷിക്കുക, നീ ചിരിക്കുക, നന്നായിട്ട് ചിരിക്കുക. എനിക്കെന്താ വട്ടമുണ്ടോ ചുമ്മാ ചിരിക്കാൻ എന്ന് അനി ചോദിക്കുമ്പം എടാ ചിരിക്കാൻ കാരണമുണ്ടല്ലോ, അത് നീ അറിഞ്ഞും കാണുമല്ലോ. ഇപ്പോഴേ നിന്റെ തലയ്ക്കാ വട്ട്, നീ പോയി ഏതെങ്കിലും നേരെ ഡോക്ടറെ കാണാൻ നോക്കാൻ പറഞ്ഞു അനി. അതേടാ ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടി തന്നെയാണ് പോകുന്നത്, എൻ്റെ അച്ഛനെയും അമ്മയെയും കൊണ്ട്. അവരെ വീണ്ടും തല്ലി ചതച്ചടാ നിന്റെ കാമുകിയും കൂട്ടുകാരും കൂടിയെന്നും പറഞ്ഞുകൊണ്ട് അനിയോട് ഈ അനാമിക പറയുമ്പോൾ അനി ഞെട്ടി കേട്ടോ. അപ്പോൾ നീ എന്തൊക്കെയാ ഈ പറയുന്നതെന്ന് ചോദിച്ചാൽ അനിയെ അവനൊന്നും മനസ്സിലാകുന്നില്ല. എടാ എൻ്റെ അച്ഛനെയും അമ്മയെയും തല്ലാൻ ഇന്നലെ രാത്രി അവളോടൊപ്പം നീ ഉണ്ടായിരുന്നില്ലേ എന്ന് അനാമിക ചോദിക്കുമ്പം ഞാൻ പോയെങ്കിൽ നീ അറിയത്തില്ലായിരുന്നു എന്ന് ചോദിച്ചു അനി. ഒന്നും പറയാൻ പറ്റത്തില്ല, ഞാൻ ഉറങ്ങിക്കിടന്ന സമയത്ത് നീ പോയോ ഇല്ലയോ എന്നൊന്നും ഞാൻ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പം അവർക്ക് വീണ്ടും തല്ല് കിട്ടിയല്ലേ എന്ന് ചോദിച്ചു. കിട്ടിയെങ്കിലേ നന്നായി പോയെന്നായിരിക്കും നിന്റെ മനസ്സ് പറയുന്നല്ലേ. ഇപ്പോഴേ വഴക്കിടാൻ നോക്കാതെ നിന്നിട്ട് വീട്ടിൽ പോകാൻ നോക്കാൻ പറഞ്ഞു അനി. ഞാനും നീയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, എങ്കിലും അവർക്ക് തല്ല് കിട്ടിയത് അറിഞ്ഞപ്പോൾ എന്നെ അവിടെ കൊണ്ടുവിടാനുള്ള സാമാന്യ മര്യാദ പോലും നിനക്കില്ലല്ലോ. അതിൻ്റെ പേരിൽ നിന്റെ വീട്ടുകാർ നമ്മുടെ ബന്ധം പിരിയണമെന്ന് പറയുകയാണെങ്കിൽ അങ്ങ് പിരിയട്ടെ എന്ന് പറഞ്ഞു അനി. ഇല്ലടാ, അങ്ങനെ ഞാൻ ഈ ബന്ധം പിരിയാൻ പോകുന്നില്ല, അവൾ ഈ വീട്ടിലേക്ക് വരാതിരിക്കാൻ ഞാൻ ഇവിടെ കടിച്ചു തൂങ്ങി തന്നെ കിടക്കൂടാന്നും പറഞ്ഞ് അനാമിക അവിടുന്ന് പോയി. ഈ നാശത്തിനെ പറ്റി ആലോചിച്ച് തല പുകഞ്ഞിങ്ങനെ ഇരിക്കുക നമ്മുടെ അനി അവിടെ. പിന്നെ നെറ്റിയിലും കെട്ടും കയ്യിലും കെട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് വേണുവും അതുപോലെ ഭാര്യയും. അവൾ എന്തിനായിരിക്കും ഈ പണി ചെയ്തതെന്ന് അനാമിക ചോദിക്കുമ്പോൾ ആ ട്രെയിനറെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് നമ്മളാണെന്നേ അവൾ അറിഞ്ഞു കാണുമെന്ന കാര്യം വേണു മകളോട് പറയുക. അതുകൊണ്ടാ ട്രെയിനിങ് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ അവൾ നമ്മളെ ഇടിച്ച് ഈ പരുവമാക്കിയതെന്ന് വേണു പറയുന്നു. അത് കേട്ടപ്പം ഇത് കേസാക്കണം അച്ഛാ, അല്ലാതെ ശരിയാവില്ല. നീ ഇത് കേസാക്കണമെന്ന് പറഞ്ഞാൽ അന്ന് നീയും ഞാനും കൂടി അനിയുടെ വീട്ടിൽ പോയി അവൻ്റെ വല്യമ്മയ്ക്ക് വിഷം കൊടുത്തത് ഉൾപ്പെടെ ഒരുപാട് സംഭവങ്ങൾ അവളുമാർക്കറിയാം. നമ്മൾ കേസ് കൊടുക്കുമ്പോഴേ അവളുമാർ അതൊക്കെ തുറന്നടിക്കും. നോക്ക്, പിന്നെ നമുക്കവിടെ നിലനിൽപ്പുണ്ടാവത്തില്ല, അത് നീ ഓർക്കാൻ പറഞ്ഞു. അപ്പോൾ ശരിയാ മോളെ, നമ്മൾ കേസ് കൊടുത്താൽ ശരിയാവില്ല എന്ന് പറഞ്ഞു വേണു. അപ്പോൾ എന്നാലും ഒരു വക്കീലിനെ കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യണമെന്നായി അനാമിക. അവളിങ്ങനെ അവളുടെ കൈത്തരിപ്പ് മാറ്റാൻ അവളുടെ ഫ്രണ്ട്സുമായിട്ട് വന്ന് ഇടയ്ക്കിടയ്ക്ക് ഇടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ അച്ഛാ എന്ന് അനാമിക ചോദിക്കുമ്പം ഇഞ്ചിഞ്ചായിട്ട് അവൾ നമ്മളെ കൊന്നുകൊണ്ടിരിക്കാൻ മോളെ. അതാ ഞാൻ പറഞ്ഞത്, ഇനിയിപ്പോൾ അവൾ SI ആകാനൊക്കെ പോകുക, അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ബലം കൂടി അവൾക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് അനാമിക പറയുമ്പം എൻ്റെ പൊന്നെ എന്തൊരു തല്ലാ മോളെ അവർ തല്ലുന്നത് നിനക്കറിയാവോ എന്ന് രേവതി. എല്ലാവരും അടവുകൾ അറിയാവുന്നവരാ, ഒന്നിനൊന്ന് മെച്ചമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇവൾക്ക് വലിയ പരിക്കും കാര്യങ്ങളൊന്നുമില്ല, എന്നെയാണ് തെരഞ്ഞു പിടിച്ച് തല്ലിയതെന്ന് വേണു അന്നേരം മകളോട് പറയുവാണേ. ഇക്കണക്കിന് അവളെ ക്യാമ്പിൽ നിന്ന് പുറത്താക്കിയിരുന്നെങ്കിൽ
അവൾ ഞങ്ങളെ കൊന്നേനേന്ന് വേണു പറഞ്ഞപ്പം അത് ശരിയാണെന്ന് രേവതി. മോളെ അനി ഇതറിഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അവനോട് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, എൻ്റെ കൂടെ വരുന്നെന്ന് പോലും അവൻ പറഞ്ഞില്ല. അവനിപ്പോൾ സന്തോഷമായി കാണുമെന്ന് അനാമിക. അവൻ പോയി അവൻ്റെ കാമുകിക്കൊപ്പം ഇപ്പം ചെന്ന് കയ്യും കൊടുത്ത് കാണുമെന്നൊക്കെയാണ് അനാമിക ഇവരോട് പറഞ്ഞു പിടിപ്പിക്കുന്നത്. അങ്ങനെ അതും പറഞ്ഞ് തമ്പുരാട്ടി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ പോലീസ് ഓഫീസറും അതുപോലത്തെ പോലീസ് സ്റ്റേഷനും ഒക്കെയാണ്. പിന്നെ നന്ദു നാളെ തൊട്ട് യൂണിഫോം ഇടാൻ പോകുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ച് നല്ല അടിപൊളി എപ്പിസോഡുകളൊക്കെ ആയിട്ട് നാളെ വരുന്നുണ്ട് കഥ. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. നന്ദി.